670 ദിവസങ്ങൾ പിന്നിടുമ്പോഴും മലപ്പുറത്തെ മദ്യനിരോധന സമരത്തിന് മലപ്പുറത്തുകാരുടെ പിന്തുണ വേണ്ടത്ര ഇല്ല എന്ന് സമരസമിതിയുടെ പരിഭവം. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര വിപ്ലവം എന്ന ആപ്തവാക്യവുമായി മദ്യനിരോധന സമിതി മലപ്പുറം കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 670 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ മലപ്പുറത്തുകാരായ നാട്ടുകാരുടെ പിന്തുണ വേണ്ടത്രയില്ലെന്ന് പരാതി ഉയരുന്നു. ഈ സമരം സർക്കാരിനെതിരെയാണെന്ന ഒരു ദുഷ്പ്രചരണം നടക്കുന്നതുകൊണ്ട് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഒരാളും സഹകരിക്കുന്നില്ല എന്നും യഥാർത്ഥത്തിൽ ഈ സമരം സർക്കാരിന്റെ മദ്യനയങ്ങളെയാണ് എതിർക്കുന്നത് എന്നും സമരസമിതി പറയുന്നു. അതുപോലെ തന്നെ UDF-ൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കുന്നില്ലെന്നും പരിഭവമുണ്ട്. എന്നാൽ ചില ലീഗ് നേതാക്കളുടെയും യൂത്ത് ലീഗ് പോലുള്ള സംഘടനകളുടെയും പിന്തുണ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്നും സമരസമിതി ഭാരവാഹികൾ പറയുന്നു. മതസംഘടനകളും കക്ഷികളും എല്ലാം ചെറിയ തോതിൽ സഹകരിക്കുന്നുണ്ടെങ്കിലും ആശാവഹമായ ഒരു പിന്തുണ നൽകിയിട്ടില്ല എന്നത് ഖേദകരമാണ്. മലപ്പുറത്തെ സ്കൂൾ കോളേജ് അധികൃതരിൽ നിന്നും മറ്റും വേണ്ടത്ര സഹകരണം സമരത്തിനില്ല എന്നതും ഒരു ദുഃഖകരമായ അവസ്ഥയാണെന്ന പരിഭവം അവർക്കുണ്ട്. വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്താൻ ഇത്തരം സമരപ്പന്തലുകളിലേക്ക് അവരെ എത്തിക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നിരിക്കെ അങ്ങനെ ഒരു ശ്രമവും നടക്കുന്നില്ല. സമരപ്പന്തലിൽ ഇരിക്കാൻ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നുമൊക്കെ ആളുകൾ പല ദിവസങ്ങളിലും എത്തുമ്പോൾ സമരം നടക്കുന്ന ആസ്ഥാന നഗരിയിൽ നിന്ന് ആളുകൾ വളരെ കുറവാണ് എന്നതിലും സമരസമിതിക്കാർക്ക് പരിഭവമുണ്ട്. വിരലിലെണ്ണാവുന്ന ചിലർ ഒഴികെ ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്ത് നിന്ന് ഈ സമരപ്പന്തലിലേക്ക് പതിവായി എത്തുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ തലമുറ ഈ സമരം എന്താണെന്നോ എന്തിനാണെന്നോ അറിയാൻ പോലും ശ്രമിക്കുന്നില്ല എന്നതും ദുഃഖകരമാണെന്ന് സമര പോരാളികൾ പറയുന്നു. പഞ്ചായത്തി രാജിൽ നിന്നും നഗരപാലിക ആക്ടിൽ നിന്നും പിണറായി സർക്കാർ കവർന്നെടുത്ത മദ്യനിരോധന ജനാധികാരം തിരിച്ചു നൽകും സർക്കാരെ, അത് തിരിച്ചു തന്നേ മതിയാകൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം എന്നാണ് സമരമുദ്രാവാക്യം. അതല്ലാതെ ഒരു രാഷ്ട്രീയവും ഈ സമരത്തിനില്ല എന്നും അവർ പറയുന്നു. 15 വർഷം മുമ്പ് മലപ്പുറത്ത് നടത്തിയ മദ്യനിരോധന സമരത്തിന് ലഭിച്ച പിന്തുണ വളരെ വലുതാണെന്നും അത് വിജയിപ്പിച്ചു തന്ന മലപ്പുറത്തുകാരുടെ പിന്തുണയാണ് വീണ്ടും ഇവിടെ സമരം ചെയ്യാൻ എത്തിയതിന്റെ പ്രചോദനമെന്നും സമരക്കാർ പറയുമ്പോൾ പുതിയ തലമുറ പക്ഷേ വേണ്ടത്ര ഗൗരവത്തിൽ ഈ വിഷയം എടുക്കുന്നില്ല എന്ന പരിഭവത്തിലാണ് സമരസമിതിയിലെ ചില ആളുകളെങ്കിലും ഇപ്പോഴുള്ളത്. വർഷ, SS ന്യൂസ്, മലപ്പുറം.